നമസ്കാരം. ഇത് ചെറുതേനീച്ച പെട്ടിയാണ്. ഇത് ചെറുതേനീച്ച ഇതാ ദ്വാരത്തിലൂടെ ഇറങ്ങുന്നുണ്ടോ ചെറുതേനീച്ച? അപ്പോൾ ഈ ചെറുതേനീച്ച പെട്ടി ഇവിടെ കെട്ടി തൂക്കിയിട്ടില്ല. എന്തിനെന്ന് പറഞ്ഞാൽ ഈ തേൻ ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഈ പുളിമരം, ഇതൊരു പുളിമരമാണ്. ഈ പുളിമരത്തിൻ്റെ മുകളിൽ പുളിമരം പൂത്തിട്ടുണ്ട്. ഇതാ പുളിമരം പൂവുണ്ടോ? പുളിമരം നല്ലോണം പൂത്തിട്ടുണ്ട്. വലിയ പുളിമരമാണ്. ഇത് പുളിമരം ഉണ്ടോ? പുളിമരത്തിൽ നിറയെ പൂവുണ്ട് കണ്ടോ? ഇതെല്ലാം പുളിമരത്തിലെ പൂവാണ്. അപ്പോൾ ഈ പുളിമരത്തിലെ പൂ ശേഖരിക്കണം. അതുകൊണ്ട് ഇവരെ നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ കൊണ്ടുവച്ചതാണ്. ഇപ്പോൾ രാവിലെ ഉണരുന്നതിന് മുമ്പേ, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ അവർ തേൻ ശേഖരിക്കാൻ പോകും. അതുകൊണ്ട് രാത്രി കൊണ്ടുവച്ചാൽ രാവിലെ അവർ ഈ പരിസരം ശ്രദ്ധിച്ച് ഇതിൻ്റെ മുകളിൽ ഉണ്ടാവും. ഇപ്പോൾ ഈ തേൻ്റെ മുകളിൽ, പുളിമരത്തിൻ്റെ മുകളിൽ ഈ തേനീച്ച യഥേഷ്ടം പൂ രാവിലെ ശേഖരിക്കുന്നുണ്ട്. ഒരു 3 ആഴ്ച കഴിയുമ്പോഴേക്ക് നമ്മുടെ തേൻ പെട്ടിയിൽ ഈ പുളിയുടെ ഔഷധമുള്ള തേൻ ഉണ്ടാവും. ഒരു തേൻ, ഈ ചെറുതേനീച്ച പെട്ടിൽ മാക്സിമം 2 ഗ്ലാസ് തേനേ നമുക്ക് കിട്ടാൻ സാധ്യത, മാക്സിമം 2 ഗ്ലാസ്. അപ്പോൾ ഈ ഫുള്ള് തേൻ, ഈ തേൻ 200 മീറ്റർ മാത്രമേ ചെറുതേനീച്ച സഞ്ചരിക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർക്ക് എവിടെയും പോകണ്ട, ഈ പൂവിൻ്റെ പുളിയുടെ മുകളിൽ നിന്ന് ഇവിടെ തേൻ ശേഖരിക്കും. അപ്പോൾ അത് ഔഷധപരമായിട്ട് നമുക്ക് കഴിക്കാം. ഇതാണ് പുളിമരം. ഇതാണ് പെട്ടി, ചെറിയ പെട്ടി. അത് പ്ലാസ്റ്റിക്കിൻ്റെ കയറ് കെട്ടി തൂക്കുക. അവർക്ക് ഉറുമ്പൊന്നും അവരെ കയറില്ല. അവർക്ക് മെഴുണ്ട്. ഇതൊക്കെ മെഴുവാണ് കേട്ടോ, മെഴു. അവരെ ഒട്ടും, കൈ തന്നെ ഒട്ടും. ഇവിടെ വെച്ചാൽ കൈ ഇങ്ങനെ ഒട്ടി വരും. കൈ ഇവിടെ ഉണ്ടോ, കൈ ഒട്ടി വരും. പിന്നെ പിടുത്തം ഉണ്ടോ. അപ്പോൾ ഒരു ഉറുമ്പും അവർക്ക് ദ്രോഹിക്കുള്ള, ഉറുമ്പിൻ്റെ ഓട്ടമൊന്നും ഉണ്ടാവില്ല. ഇതവർ ഓടി വരും. മുട്ടുമ്പോൾ കൊണ്ട് അതിലേക്ക് ചെയ്യുന്നുണ്ടോ. ഓക്കെ.